കെഎസ്ആർടിസിയിൽ സ്വകാര്യവൽക്കരണത്തിന് സർക്കാർ. ഉത്സവകാല സീസണുകളിൽ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ നീക്കം. 1500 കെഎസ്ആർടിസി ബസ്സുകളുടെ ഫിറ്റ്നസ് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിർഭൻ ചക്രവർത്തി ചേരുന്നു. നിർഭൻ, ഇതാ വീണ്ടും സ്വകാര്യവൽക്കരണത്തിന്റെ നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ. കെഎസ്ആർടിസിയിൽ ഈ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കുന്നതിനോടൊപ്പം പുതിയ ബസ്സുകൾ വാങ്ങുവാനുള്ള നീക്കവും ഉണ്ടല്ലേ? സിന്ധൂരി, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി മാറ്റി കെഎസ്ആർടിസി ജീവനക്കാർക്ക് മുഴുവൻ പേർക്കും കൃത്യം 1-ാം തീയതി ശമ്പളം, ബസ്സുകൾ പൂർണ്ണമായി നിരത്തിൽ ഓടുന്ന അവസ്ഥ, പൂർണ്ണമായി കെഎസ്ആർടിസി ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു സ്റ്റേബിൾ അവസ്ഥയിലേക്ക് മാറുന്ന ഘട്ടത്തിലാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം പ്രിയദർശിനി സൗജന്യ യാത്രാ സംവിധാനമൊക്കെ സർക്കാർ ആരംഭിച്ചു. അതിനുശേഷം താൽക്കാലിക ജീവനക്കാർക്കടക്കം ശമ്പളം മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. ഈ പ്രതിസന്ധിക്കിടയിലാണ് കെഎസ്ആർടിസിയിൽ സ്വകാര്യവൽക്കരണ നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഉത്സവ സീസണുകളിൽ വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ ബസ്സുകൾ വാടകയ്ക്കെടുക്കാനാണ് കെഎസ്ആർടിസിയുടെ നീക്കം. അതിന് ഈ വർഷം സെപ്റ്റംബറോടുകൂടി 1917 ബസ്സുകളുടെ ഫിറ്റ്നസ് കാലാവധി അവസാനിക്കും. ഇതോടെ ഓണം, ശബരിമല, ക്രിസ്മസ് തുടങ്ങിയ ഉത്സവ കാലയളവിൽ മതിയായ സർവീസ് നടത്താനുള്ള ബസ് കെഎസ്ആർടിസിക്ക് ഉണ്ടാകില്ല. ഈ സാഹചര്യം മുതലെടുത്താണ് പുതിയ ബസ്സുകൾ വാങ്ങാൻ താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കുക, അതിനുവേണ്ടി സ്വകാര്യ ബസ്സുകളെ വാടകയ്ക്കെടുക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ടെൻഡർ നടപടി കെഎസ്ആർടിസി ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ വാടകയ്ക്കെടുക്കുന്ന ബസ്സിൽ ഡ്രൈവർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കെഎസ്ആർടിസിക്ക് ലഭിക്കും. ഇത് വച്ച് കെഎസ്ആർടിസി സർവീസ് നടത്തുക. ഈ നടപടികൾ തുടർന്ന് കരാർ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടികൾ നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ കാലക്രമേണ കെഎസ്ആർടിസി പുതിയ ബസ്സുകൾ വാങ്ങാതെ കൂടുതൽ സ്വകാര്യ ബസ്സുകൾ കെഎസ്ആർടിസി എടുക്കുകയും സമ്പൂർണമായ സ്വകാര്യ ബസ്സുകളുടെ ഓപ്പറേഷനിലേക്ക് കെഎസ്ആർടിസി മാറും എന്ന ആശങ്കകൾ ഇതിനകം തന്നെ ജീവനക്കാരുടെ സംഘടനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നോൺ AC വിഭാഗത്തിൽ 600 ബസ്സുകളും AC സീറ്റർ, സ്ലീപ്പർ സീറ്റർ കം സ്ലീപ്പർ വിഭാഗത്തിൽ 63 ബസ്സുകൾക്കായിട്ടുള്ള ടെൻഡർ നടപടികളാണ് ഇപ്പോൾ കെഎസ്ആർടിസി ആരംഭിച്ചു കഴിഞ്ഞിട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ കെഎസ്ആർടിസി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2026 നവംബർ 10 മുതൽ 2027 ജനുവരി 20 വരെയാണ് ഇതിനുള്ള സർവീസ് കരാർ ടെൻഡർ നടപടി അനുസരിച്ച് പറയുന്നത്. ആവശ്യമെങ്കിൽ ഇത് 1 വർഷം കൂടി വീണ്ടും നീട്ടി നൽകുമെന്നും വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. 2 തവണ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1917 ബസ്സുകൾക്ക് സംസ്ഥാന ഫിറ്റ്നസ് പുതുക്കി നൽകിയിരുന്നു. കേന്ദ്രം ഇതിന് മാനദണ്ഡം വച്ചിരുന്നു. അങ്ങനെ കെഎസ്ആർടിസി പ്രതിസന്ധിയിലാകും എന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1917 ബസ്സുകൾക്ക് ഫിറ്റ്നസ് പുതുക്കി നൽകിയത്. ഇനി അങ്ങനെ ആവർത്തിക്കാനാകില്ല എന്ന് കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. ഇതിനു വേണ്ട സമ്മർദ്ദം കേന്ദ്രത്തിന് ചൊരുത്താതെ ഈ വിഷയം പരിഹരിക്കുന്നതിന് താൽക്കാലികമായി കെഎസ്ആർടിസി വാടകയ്ക്ക് ബസ് എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇതിനൊപ്പമാണ് സിന്ധൂരി സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിന് പകരമായി ബസ്സുകൾ വാങ്ങുന്നതിന് വേണ്ടി 1400 കോടി രൂപയുടെ വിദേശ ബാങ്ക് വായ്പയ്ക്ക് അനുമതി തേടി കെഎസ്ആർടിസിയുടെ CMD സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. വായ്പ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടി വേണമെന്നും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമം നടത്തണമെന്നും കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സിന്ധൂരി. ശരി, വ്യക്തമാണ്. എന്തായാലും കെഎസ്ആർടിസിയിൽ വൻ സ്വകാര്യവൽക്കരണമാണ് നടക്കുവാൻ പോകുന്നത്. തുടക്കത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമാണെങ്കിലും ഇത് ഭാവിയിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായും സ്വകാര്യവൽക്കരണത്തിലേക്ക് മാറുന്ന സാഹചര്യമാണെന്ന് കെഎസ്ആർടിസി ജീവനക്കാർ ഉൾപ്പെടെ ആശങ്കപ്പെടുന്ന സാഹചര്യം കൂടിയാണ്. എന്തായാലും ടെൻഡർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. AC, നോൺ AC വിഭാഗത്തിലുള്ള ബസ്സുകൾ വാടകയ്ക്കെടുക്കുവാനാണ്, ഉത്സവ സീസണുകളിൽ വാടകയ്ക്കെടുക്കുവാനാണ് നിലവിൽ ഇപ്പോൾ കെഎസ്ആർടിസിയിൽ തീരുമാനമായിരിക്കുന്നത്. നിർഭൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.